അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വല്ലാതെ ദുഃഖം തോന്നിയ ഒരു വാർത്ത. ഒരു പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ സ്നേഹിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാതെ അനുരാഗം തോന്നിയ ഒരു അമേരിക്കക്കാരൻ്റെ മരണം. റോബർട്ട് ഡാവില എന്ന ഒരു മനുഷ്യൻ, കഴുത്തിന് താഴെ തളർന്നു പോയൊരു മനുഷ്യൻ. അദ്ദേഹം ഇന്ന് അള്ളാഹുവിലേക്ക് യാത്രയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തെക്കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഭിമാനം കൊണ്ട് നിറയും. പടച്ച റബ്ബേ, ഇത്രയും അധികം പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾ ആ അമേരിക്കയിലും നമ്മുടെ ഈ ഒരു ലോകത്തുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, കാരണം ഒരു മുസ്ലിമിനെ പോലും പരിചയപ്പെടാത്ത ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഈ റോബർട്ട് ഡാവില ഒരു സുപ്രഭാതത്തിൽ മുത്ത് റസൂലിനെ കിനാവിലങ്ങോട്ട് കാണുകയാണ്. റസൂല് വന്നിട്ട് സംസാരിക്കുകയാണ്. സ്വലാത്തുകൾ പോലും ചെല്ലാത്ത ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പ്രവാചകൻ നൽകിയ ദിവ്യ സന്ദേശം, ആ പ്രവാചകൻ നൽകിയ ആ ഒരു വെളിച്ചം, ആ ഒറ്റ വെളിച്ചം കാരണം ആ മനുഷ്യൻ 2011 ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പിന്നെ ജീവിതം മുഴുവനും ആ കഴുത്തിന് താഴെ തളർന്നു പോയ ആ മനുഷ്യൻ വീൽചെയറിലിരുന്ന് ഇസ്ലാമിന് വേണ്ടി, ദീനീ പ്രബോധനത്തിന് വേണ്ടി തൻ്റെ സമയവും അധ്വാനവും ചിലവഴിച്ച ആ മനുഷ്യനാണ് ഇന്ന് രാവിലെ വിടവാങ്ങിയത്. അദ്ദേഹത്തിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അറിയുമ്പോഴാണ് അഭിമാനം കൊണ്ട്, നമ്മുടെ സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവുക. ഒരു പ്രശ്നമേ അല്ല, അതൊന്നും ഒരു ലക്ഷ്യമേ അല്ല. അവരങ്ങേയറ്റം ആ സമുദ്രത്തെ അടുത്തറിയുന്നവരാണ്. പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരെ പോലെ, പ്രവാചകനെ വല്ലാത്ത സ്നേഹം കൊണ്ടോ ചെറുമീനുകളോ വലിയ മീനുകളോ ഒന്നുമല്ല ആവശ്യം. സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് അതിൻ്റെ മുത്തുകൾ മാത്രം എടുക്കുന്ന ചില ആളുകൾ, അവർക്ക് വലിയ പരിരക്ഷയുണ്ട്. അവരാണ് ശരിക്കും സമുദ്രത്തെക്കുറിച്ച് പഠിക്കുന്നവർ, സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നവർ. പ്രവാചകനെക്കുറിച്ചുള്ള ഈ ഉപമ റോബർട്ട് ഡാവിലയുടെ ചിന്തകളെ മാറ്റിമറിച്ചു. എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ ശത്രുക്കളോട് പോലും മാപ്പ് കൊടുത്തൊരു പ്രവാചകൻ്റെ വ്യക്തിത്വം, അതിൻ്റെ നൂറാനിയത്ത് വായനയിലൂടെ റോബർട്ട് ഡാവില മനസ്സിലാക്കി. ഉറങ്ങുന്നു, അദ്ദേഹം ഒരു മനുഷ്യനാണ്, ഒരിക്കലും ഒരു ദൈവമല്ല. എന്നോട് തിരുനബി ഇങ്ങനെ പറഞ്ഞു. തിരുനബിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ പോലും ഓർത്തുപോയി, ശരിയാണല്ലോ, അള്ളാഹുവിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യനാണ് ആദമെങ്കിൽ ആദമിനെ ഒരു ദൈവപുത്രനെന്ന് വിളിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് മറിയം ബീവി എന്നൊരു സ്ത്രീക്ക് ജനിച്ച ഈസാ നബി അലൈഹിസ്സലാമിനെ ഞാൻ ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നത്? ആ തിരുനബി എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഞെട്ടി ഉണർന്ന ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലുകയായിരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊരു അനുഭവമാണ്, ഇത് കേവലം ഒരു വാക്കല്ല. എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ അനുഭവിച്ചറിഞ്ഞു എന്താണ് ഷഹാദത്ത്, എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ എന്ന്. മുമ്പൊരിക്കലും ഒരു ദോഷത്തിൻ്റെ ഈമാനിൻ്റെ അടയാളങ്ങളാണ്. അള്ളാഹു ഇതുപോലെയുള്ള സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റോബർട്ട് ഡാവിലയെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് റോബർട്ട് ഡാവിലയെക്കുറിച്ച് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ അറിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.